ഉൽപ്പത്തി പുസ്തകം 5ഉം 6ഉം അധ്യായങ്ങളാണ്. 5-ാം അധ്യായം. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഷേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ ജനിപ്പിച്ചു. ഏനോഷിനെ ജനിപ്പിച്ച ശേഷം ഷേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഷേത്തിൻ്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ ഏനോഷിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് 815 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏനോഷിൻ്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു. മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കേനാൻ്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരെദിനെ ജനിപ്പിച്ചു. യാരെദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ 830 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലലേലിൻ്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. യാരെദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരെദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരെദിൻ്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെതുശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം മെതുശലഹ് 872 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെതുശലഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലാമെക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമെക്ക് 595 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമെക്കിൻ്റെ ആയുഷ്കാലം ആകെ 787 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. 6-ാം അധ്യായം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ട വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇടജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഷേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനു വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം.
താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിൻ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സകല ജഡത്തെ നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വ ജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും രണ്ടു ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ആമേൻ.